വരുന്ന പലിശ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം, അത് എന്നെ സംബന്ധിച്ച് ഉലമാ അതിന് എങ്ങനെയാണ് പലിശ നമുക്ക് ഉണ്ട്, നമുക്കത് വേണ്ട അല്ലേ? ഒരു കാര്യം മനസ്സിലാക്കണം, ഉലമാ ഇതിനെ സംബന്ധിച്ച് പറയുന്നത് മുസ്ലിമീങ്ങളല്ലാത്ത, ഇസ്ലാം അല്ലാത്ത ഒരു രാജ്യം, നമ്മുടെ നാടൊക്കെ സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ് അല്ലേ? ഇസ്ലാമിക ബാങ്കുകളുള്ള ഒരു രാജ്യമാണ്. അവിടെ ഇസ്ലാമിക ബാങ്കുകളുമായിട്ടേ നമുക്ക് ഇടപാടുകൾ പാടുള്ളൂ എന്നാണ് ഉലമാ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ ഇസ്ലാമിക് ബാങ്കുകൾ അവരെങ്ങനെയാ പ്രവർത്തിക്കുന്നത്, അതിന്റെ ഉള്ളുകൾ എന്ന് അതൊന്നും ചികഞ്ഞു നോക്കൽ നിന്റെ ബാധ്യതയല്ല. ലാ തസ്അലു അൻ അശ്യാഅ ഇൻ തുബ്ദ ലക്കും തസ്ഉകും ശുദ്ധ ഖുർആൻ. ആവശ്യമില്ലാത്ത കുറെ ചോദ്യം ചോദിച്ചിട്ട് അള്ളാഹുവിന്റെ നിയമം നിങ്ങൾക്ക് മേൽ കടുത്തതായി പോകും. ഇസ്ലാമിക് ബാങ്കുകൾ ഇവിടെ ഹലാലാണ്. പക്ഷെ ഒരാൾക്ക് തോന്നാണ്, അതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇത് അങ്ങനെയൊന്നല്ല നടക്കുന്നത്. ഹലാലും ഹറാമും മനസ്സിലാക്കലും ഒരു കാര്യമുണ്ട്. ചില ആൾക്കാർ പറയും ഇസ്ലാമിക് ബാങ്കിലും 2.5% അല്ലെങ്കിൽ 3.7% കൊടുക്കുന്നുണ്ടല്ലോ, പലിശ ബാങ്കിലും അങ്ങനെ ഉണ്ടല്ലോ. ശരിയാ, ഈ ഏറെ കൊടുക്കുന്നത് എല്ലാം എന്തല്ല പലിശ. ഇസ്ലാമിക് ബാങ്കുകൾ ചെയ്യ മുറാബഹ എന്നാണ്. 50,000 സാധനം നിങ്ങൾക്ക് 60,000 ഞാൻ വിറ്റു, ആ 10,000 നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എനിക്ക് തരണം. അത് പെർസെന്റേജ് നോക്കിയാൽ 7 ഉണ്ടായിരിക്കാം, അതല്ല വിഷയം. നേരെ മറിച്ച് പലിശയാണ്. പലിശ ബാങ്ക് ആവശ്യപ്പെടുന്നത് പലിശയായിട്ടാണ്, അതുകൊണ്ടത് ഹറാമാണ്. ഇസ്ലാമിക് ബാങ്കുകൾ ആവശ്യപ്പെടുന്നു, അവർ ചാർജ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പലിശയല്ല, ലാഭം മുറാബഹ എന്നാണ് പറയാം. അത്രയേ ഉള്ളൂ. നിങ്ങൾ 100 എനിക്ക് തന്നു, ഞാൻ തിരിച്ചിരുമ്പോൾ നിങ്ങൾക്ക് 110 തന്നു, അത് പലിശയായോ? ഇല്ല. പക്ഷെ നിങ്ങൾ ഷർത്ത് വെച്ചു, 100 ഞാൻ തരാം, തിരിച്ചെല്ലുമ്പോൾ നിങ്ങൾ 110 തരണം, അത് പലിശയാണ്. എല്ലാ ഏറെ കൊടുക്കുന്നത് എന്തല്ല. ചില ആൾക്കാർ അങ്ങനെ പറയും, ഇസ്ലാമിക് ബാങ്കിൽ ഉണ്ടല്ലോ അവിടെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്, ശരിയാണ്. ചിലപ്പോൾ പെർസെന്റേജ് കുറച്ച് കൂടുതലും ആയിരിക്കും. ഹലാലാണെങ്കിൽ കുറച്ച് തോനെ പൈസ കൊടുത്താലും കുഴപ്പമില്ല, കൊടുത്തേക്കണം, എന്നാലും അതാണ് ഹലാൽ. അപ്പൊ ഇസ്ലാമിക് ബാങ്കുകൾ ഇല്ലാത്ത രാജ്യത്ത് കറന്റ് അക്കൗണ്ടുകൾ എടുക്കാൻ പറ്റുമോ? കറന്റ് അക്കൗണ്ട് എടുക്കാൻ പറ്റൂ. കറന്റ് അക്കൗണ്ടുകൾ പലിശ വരില്ല. സേവിംഗ് അക്കൗണ്ട് നമ്മൾ ബാങ്കിലൊക്കെ ചെന്ന പോലെ ആദ്യം സേവിംഗ് അക്കൗണ്ട് തരിക, കാരണം അവർക്ക് അതിലാണ് ലാഭമുള്ളത്. അവരുടെ ബാങ്കിന്റെ ഡോക്യുമെന്റുകൾക്കൊക്കെ അവർക്കൊക്കെ ഒരു കനം കിട്ടാനൊക്കെ സേവിംഗ്. പക്ഷേ അത് പലിശ വരും. അങ്ങനെ പലിശ വന്നാലിനി എന്ത് ചെയ്യും? അത് പറയുന്നത് പൊതുവായ വിഷയങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂ. സ്വന്തം വീട്ടിലെ കുട്ടികൾക്ക് ഇറച്ചി വാങ്ങി കൊടുക്കാൻ പറ്റൂല. പലിശയുടെ സ്വത്ത് ഒരാൾക്ക് കടം പോലും കൊടുക്കാൻ പറ്റൂല. എന്തേ? കടം കൊടുക്കണമെങ്കിൽ നിന്റെ ഉടമസ്ഥയിൽ വരണം. ഹറാമിന്റെ മുതൽ നിനക്ക് ഉടമസ്ഥത പോലുമില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്. പലിശ ഹറാമാണ്. ഹറാമ് നിന്റെ ഉടമസ്ഥതയിൽ പോലുമല്ല. പലിശ നിനക്ക് 5 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക, അത് നിന്റെ ഉടമസ്ഥയിലല്ല, സ്വതക്ക പോലും ചെയ്യാൻ പറ്റില്ല. ഒരാൾക്ക് കടം കൊടുക്കാൻ പറ്റൂല. പിന്നെ എന്ത് ചെയ്യണം? പൊതുവായ ഒരു റോഡ് പണി നടക്കുന്നുണ്ട്, നീ കൊടുത്തോ. പൊതുവായ ഒരു കിണറിന്റെ പണി നടക്കുന്നുണ്ട്, കൊടുത്തോ. ഒരു പൊതുവായ ഒരു ടോയ്ലറ്റിന്റെ വിഷയം നടക്കുന്നുണ്ട്, കൊടുത്തേക്കണം. അങ്ങനെ പൊതുവായ മസാലിഹുൽ മുസ്ലിം, പൊതുവായ വിഷയങ്ങളിൽ, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിഷയങ്ങളിൽ നീ ചെലവഴിച്ചോ. പക്ഷേ തിന്നാനും കുടിക്കാനും എന്ത് എടുക്കാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് വിഷയത്തിൽ തഖല്ലുസ് ചെയ്യേണ്ടത് എന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വല്ലാഹു അലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഹലാൽ കൊണ്ട് അല്ലാഹു ഐശ്വര്യം നൽകുമാറാകട്ടെ.